Hi friends, myself Angita. Profit and gains of business or പ്രൊഫഷനിലെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ എ വ്യൂ ടു മേക്ക് പ്രോഫിറ്റ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബിസിനസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊഫഷൻ. Profession means those activities which require specialized knowledge and intellectual or manual skill. സെക്ഷൻ 236 പ്രൊഫഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിപ്രിസിയേഷൻ ആണ്. Depreciation means a reduction in the value of assets by wear and tear caused by their use in the business over a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിൽ അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന തേയ്മാനത്തിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ ചാർജബിൾ ഓൺ ഓൾ ടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എക്സെട്ര ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പാറ്റന്റ്, കോപ്പി റൈറ്റ്സ് എക്സെട്ര. നെക്സ്റ്റ് പറയുന്നത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള 2 എസെൻഷ്യൽ കണ്ടീഷൻസ് ആണ്. ഫസ്റ്റത്തെ അസറ്റ് ഷുഡ് ബി ഓൺഡ് ഓൺലി ഓർ പാർട്ട്ലി ബൈ ദ അസസി. അസറ്റ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ട് അസസിയുടെ സ്വന്തമായിരിക്കണം. നെക്സ്റ്റ് ആണ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസസീസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ അസറ്റ്സ് അസസിയുടെ ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ പ്രൊഫഷൻ പർപ്പസിനോ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കണം. ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് പർപ്പസിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു ഇൻകം ടാക്സ് പർപ്പസിൽ ഡിപ്രിസിയേഷൻ ഡിഫറെൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അതിൽ 2 റീസൺസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. The term block of assets means a group of assets falling within a class of assets comprising tangible assets and intangible assets in respect of which the same percentage of depreciation is prescribed. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആണ്. അതിൽ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അടങ്ങിയിരിക്കും. ഈ ബ്ലോക്ക് ഓഫ് അസറ്റ്സിന് സെയിം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. For income tax purpose, depreciation is charged on the written down value on all assets except in the case of assets on an undertaking engaged in the generation and distribution of power. ഇൻകം ടാക്സ് പർപ്പസിൽ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവറായി ബന്ധപ്പെട്ട അസറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും റിട്ടേൺ ഡൗൺ വാല്യൂ അനുസരിച്ചായിരിക്കും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ. അതിൽ ഓരോ അസറ്റിൻ്റെയും ഡിപ്രിസിയേഷൻ റേറ്റ്സ് ആണ് പറയുന്നത്. ഒരു അസറ്റ്സ് 180 ഡേയ്സിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ ഫുള്ളായിട്ട് ചാർജ് ചെയ്യും. ഇപ്പോൾ 180 ഡേയ്സിൽ കുറവായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഡിപ്രിസിയേഷൻ റേറ്റിൻ്റെ 50% മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. പിന്നെ പറയുന്നത് ഓരോ അസറ്റിൻ്റെയും ഡിപ്രിസിയേഷൻ റേറ്റ്സ് ആണ്. ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് 5%, അതർ ബിൽഡിങ്സ് 10%, പ്യുവർലി ടെമ്പററി ഇറക്ഷൻസ് 100%. പ്യുവർലി ടെമ്പററി ഇറക്ഷൻസ് എന്ന് പറയുന്നത് താൽക്കാലികമായി പണിയുന്ന ബിൽഡിങ്സിനെയാണ് പ്യുവർലി ടെമ്പററി ഇറക്ഷൻസ് എന്ന് പറയാം. പിന്നത്തെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 10%, മെഷീനറി ആൻഡ് പ്ലാന്റ് 15%. നെക്സ്റ്റ് മോട്ടോർ കാർസ് other than used in a business of running them on hire 15%. ബുക്സ് ബീയിങ് ആനുവൽ പബ്ലിക്കേഷൻസ്, കൊല്ലത്തിലൊരിക്കൽ ഇറങ്ങുന്ന ബുക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ബുക്സ് ബീയിങ് ആനുവൽ പബ്ലിക്കേഷൻ 100%. അതർ ബുക്സ് 60%, കമ്പ്യൂട്ടേഴ്സ് 60%, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 25%. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നത് നോ ഹൗ, പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ്, ലൈസൻസ്, ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നത്. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഒരു അഡീഷണൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതാണ്. 31/3/2005 ശേഷം ഒരു ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ ആയിട്ട് 20% ചാർജ് ചെയ്യും. ആ പ്ലാന്റ് ആൻഡ് മെഷീനറി 180 ഡേയ്സിൽ കൂടുതൽ യൂസ് ചെയ്താലേ ഈ 20% ചാർജ് ചെയ്യുള്ളൂ. ഇപ്പോൾ 180 ഡേയ്സിൽ കുറവായിട്ടാണ് ആ മെഷീനറി പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20%ൻ്റെ ഹാഫായ 10% മാത്രമേ ചാർജ് ചെയ്യുകയുള്ളൂ.
നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. The following particulars are given in respect of assets of a factory. Buildings. Written down value of factory building on 1/4/2019 80,000. New additions on 1/9/2019 40,000. Written down value of office buildings 1/4/2019 50,000. Machinery. Written down value on 1/4/2019 1 lakh. New machine purchased on 1/5/2019 60,000. A new machine purchased on 1/11/2019 50,000. Old machine sold on 8/1/2020 40,000. Find out the amount of depreciation for the assessment year 2020-21. ഇവിടെ ബിൽഡിങ്ങിൻ്റെയും മെഷീനറിയുടെയും ഡിപ്രിസിയേഷൻ റേറ്റ് വാല്യൂ ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ കാണാം. അതിനായിട്ട് ബിൽഡിങ്ങിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഫാക്ടറി ബിൽഡിങ് 80,000 ഉണ്ട്. അതുപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഓഫീസ് ബിൽഡിംഗ് 50,000 ഉണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്യാം ആദ്യം തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ 1919 പർച്ചേസ് നടത്തിയിട്ടുണ്ട് ന്യൂ ബിൽഡിങ്, അതും ആഡ് ചെയ്യാം. ഇവിടെ സെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലെസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ 1,70,000 കിട്ടി. ഇനി ഡിപ്രിസിയേഷൻ കാണണം. നേരത്തെ നമ്മൾ കണ്ടു ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ റേറ്റ് 10% ആണെന്നാണ്. ഇവിടെ 180 ഡേയ്സിൽ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫുൾ റേറ്റിൽ കാണാം. അപ്പോൾ 1,70,000 ഇൻറ്റു 10% കാണുമ്പോൾ 17,000 കിട്ടി. നെക്സ്റ്റ് മെഷീനറിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ 1/4/2019 1 lakh ഉണ്ട്. അതിൻ്റെ കൂടെ 1/5/2019 1/11/2019 പർച്ചേസ് ആഡ് ചെയ്യാം. പിന്നെ 8/1/2020 നടന്ന സെയിൽസ് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1,70,000 കിട്ടി ടോട്ടൽ വാല്യൂ. ഇനി ഡിപ്രിസിയേഷൻ കാണണം. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ റേറ്റ് 15% ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അഡീഷണൽ പർച്ചേസ് നടത്തുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഡിപ്രിസിയേഷൻ റേറ്റ് ആയിട്ട് 20% ചാർജ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 1/9/2019 പർച്ചേസ് ചെയ്ത മെഷീനറി ഒഴിച്ച് ബാക്കി എല്ലാതും മോർ ദാൻ 180 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1,70,000 മൈനസ് 50,000 കാണുമ്പോൾ കിട്ടുന്ന 1,20,000 15% കാണാം. അങ്ങനെ 18,000 കിട്ടി. ഇനി ലെസ് ദാൻ 180 ഡേയ്സ് യൂസ് ചെയ്തിട്ടുള്ള മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ കാണണം. അപ്പം ആ മെഷീനറിക്ക് ഹാഫ് ഓഫ് ദ നോർമൽ ഡിപ്രിസിയേഷൻ റേറ്റ് ആയിരുന്നു എടുക്കുക. അപ്പോൾ 15%-ൻ്റെ 50% 7.5% കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 50,000 ഇൻറ്റു 7.5%. അപ്പോൾ 3,750 കിട്ടി. ഇനി ന്യൂ പർച്ചേസ് നടത്തിയ മെഷീനറിയുടെ അഡീഷണൽ ഡിപ്രിസിയേഷൻ കാണണം. അപ്പോൾ 1/5/2019 പർച്ചേസ് ചെയ്ത മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ 60,000 ഇൻറ്റു 20% 12,000 കിട്ടി. ഇവിടെ 180 ഡേയ്സിൽ കൂടുതൽ യൂസ് ചെയ്ത കാരണമാണ് ഈ ഫുൾ റേറ്റ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ 1/11/2019 പർച്ചേസ് ചെയ്ത മെഷീനറി 180 ഡേയ്സിൽ കുറവായി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 20%-ൻ്റെ ഹാഫായിട്ട് എടുക്കുക 10%. അപ്പോൾ ഡിപ്രിസിയേഷൻ 50,000 ഇൻറ്റു 10%. അങ്ങനെ 5,000 കിട്ടി. ഈ എല്ലാ ഡിപ്രിസിയേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ 3,800 കിട്ടി. നെക്സ്റ്റ് പറയുന്നത് ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ഇവയിൽ വരുന്ന ഡിഡക്ഷൻസിനെ കുറിച്ചാണ്. അത് സെക്ഷൻ 33AB വരുന്നതാണ്. ടീ ബോർഡ്, കോഫി ബോർഡ്, റബ്ബർ ബോർഡ് ഇവർ അപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അസസ്സി നബാർഡ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണോ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ 40% ആണോ, ഇതിലേതാണ് കുറവ് എമൗണ്ട്, ആ പ്രോഫിറ്റാണ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത്. ഇതാണ് ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന ഡിഡക്ഷൻസ്. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് സെക്ഷൻ 35. അതിൽ പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ചിൽ വരുന്ന ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടാണ്.
ഫസ്റ്റ് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി ഹിംസെൽഫ് where the assessee himself carries on scientific research in relation to his business. Any revenue expenditure incurred by the assessees ഷാൾ ബി അലൗഡ് ഇൻ ഫുൾ. അതായത് എന്തെങ്കിലും റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിലും ഫുൾ എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി ഹിംസെൽഫ്. Any capital expenditure excluding land incurred by the assessee on scientific research related to own business is allowed in full. സെക്കൻഡിൽ പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടാണ്. സയൻറ്റിഫിക് റിസർച്ച് ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് അലൗഡഡ് ആണ്, പക്ഷേ ലാൻഡ് എക്സ്ക്ലൂഡഡ് ആണെന്നും പറയുന്നുണ്ട്. പിന്നത്തെ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഓൺ അപ്രൂവൽ റിസർച്ച് അസോസിയേഷൻ ഓർ എ യൂണിവേഴ്സിറ്റി കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എ ഡിഡക്ഷൻ ഓഫ് 175% ഓഫ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ഈസ് അലൗഡഡ്. Next, sum paid for scientific research to a company. A deduction of 125% of the amount paid is allowed. Sum paid for social or statistical research. A deduction of 125% of the amount paid is allowed. Next, sum paid to a national laboratory or a recognized university or Indian Institute of Technology approved by the prescribed authority. 200% of the amount paid is allowed as a deduction. Last one, expenditure on in-house research. A deduction of 200% of the expenditure is allowed up to 31/3/2017. ഇതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ചിൽ അലൗഡഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ്. പിന്നെ പറയുന്നത് കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് CTT. അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ട്രേഡഡ് ഇൻ റെക്കഗ്നൈസ്ഡ് കമ്മോഡിറ്റീസ് ഇവ ഒഴിച്ച് ബാക്കി വരുന്ന സെയിൽ ഓഫ് കമ്മോഡിറ്റീസിന് ചാർജ് ചെയ്യുന്നതാണ് കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇത് 0.01% ആണ് റേറ്റ്. എ ന്യൂ ടാക്സ് കോൾഡ് കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഈസ് ടു ബി ലെവിഡ് അറ്റ് 0.01% ഓൺ ട്രാൻസാക്ഷൻ ഓഫ് sale of commodity derivatives in respect of commodities other than agricultural commodities traded in recognized associations. Next ഒരു പ്രോബ്ലം നോക്കാം. A manufacturing unit of Indore made the following expenditure for scientific research. First, salary of staff employed for scientific research relating to own business rupees 1,45,000. Capital expenditure on land for scientific research rupees 3 lakh. Capital expenditure on buildings and equipments relating to own business 5 lakh. Amount paid to Atomic Research Society and approved institution rupees 8 lakh. Last one, amount paid to Delhi University for research on rubber technology rupees 2 lakh approved by prescribed authority. Find out the amount admissible under the head expenditure on scientific research. ഇവിടെ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ റേറ്റ്സ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെ പറയുന്നത് സാലറി ഓഫ് സ്റ്റാഫ് എംപ്ലോയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് റിലേറ്റിംഗ് ടു ഓൺ ബിസിനസ് 1,45,000. സാലറി ഓഫ് സ്റ്റാഫ് എംപ്ലോയ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു റവന്യൂ എക്സ്പെൻഡിച്ചർ ഫുൾ എമൗണ്ട് അലൗഡഡ് ആണ്. അപ്പോൾ 1,45,000 എഴുതി. പിന്നെ നെക്സ്റ്റത്തെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ലാൻഡ്. ലാൻഡ് എക്സ്ക്ലൂഡഡ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ലാൻഡിൻ്റെ എമൗണ്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. പിന്നത്തെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ബിൽഡിങ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഓൺ ബിസിനസ് 5 lakh. ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ ഫുൾ എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. അങ്ങനെ 5 lakh വന്നു. പിന്നെ നെക്സ്റ്റ് ആണ് എമൗണ്ട് പെയ്ഡ് ടു ആറ്റോമിക് റിസർച്ച് സൊസൈറ്റി ആൻഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് 8 lakh. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു ആൻ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ ഓർ എ യൂണിവേഴ്സിറ്റി കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എ ഡിഡക്ഷൻ 175% ഓഫ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ഈസ് അലൗഡഡ്. അങ്ങനെ എമൗണ്ട് പെയ്ഡ് ടു അറ്റോമിക് റിസർച്ച് 8 lakhൻ്റെ 175%. അങ്ങനെ 1,40,000 കിട്ടി. പിന്നെ നെക്സ്റ്റ് ആണ് എമൗണ്ട് പെയ്ഡ് ടു ഡൽഹി യൂണിവേഴ്സിറ്റി ഫോർ റിസർച്ച് ഓൺ റബ്ബർ ടെക്നോളജി rupees 2 lakh. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഡിഡക്ഷൻസിൽ കണ്ടു
സം പെയ്ഡ് ടു എൻ നാഷണൽ ലബോറട്ടറി ഓർ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 200% ഓഫ് ദ എമൗണ്ട് പെയ്ഡ് ഈസ് അലോഡഡ് ആസ് എ ഡിഡക്ഷൻ. അപ്പോൾ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി അതൊരു അപ്രൂവ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ലാക്കിൻ്റെ 200% കാണും. അങ്ങനെ 4 ലാക്ക് കിട്ടി. അങ്ങനെ ടോട്ടൽ എമൗണ്ട് 24,45,000 കിട്ടി. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിലെ സം സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു.